Good morning, guys. Today we are going to discuss about water pollution. ഓക്കെ സോ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇൻ മലയാളം നമുക്ക് എന്താ ജലമലിനീകരണം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ്സിൽ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്താണെന്നും അതിൻ്റെ റീസൺ, ഈ ഒരു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ, ആ ഒരു കോസസും അതിൻ്റെ എഫക്റ്റ്, ഈ ഒരു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുമ്പോൾ അത് ലിവിങ് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും, ദെൻ നമ്മളെല്ലാവരും എൻജിനീയേഴ്സാണ് അല്ലേ? അപ്പോൾ ടെക്നിക്കലി ഈ ഒരു വാട്ടർ പൊല്യൂഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു സെഷനിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും സർവൈവലിന് വേണ്ടിയിട്ട്, അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മേജർ ഫാക്ടറാണ് ഈ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സ് വഴി വാട്ടറിൻ്റെ കൺസംഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസംഷൻ കൂടുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വാട്ടറിൻ്റെ വേസ്റ്റേജും ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട്. വാട്ടർ പൊല്യൂട്ട് ആവുന്നതിൻ്റെ റേറ്റും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. സോ ഈ വാട്ടർ പൊല്യൂഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എനി ചേഞ്ചസ് ടു ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ biological properties of water that adversely affects its use by living things. അതായത് വാട്ടർ ഒറിജിനേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിന് നാച്ചുറലി കിട്ടുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതായത് സ്വതസിദ്ധമായ അതിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഹ്യൂമൻ ബീങ്സിൻ്റെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് കൊണ്ട് ഈ പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും ചേഞ്ചസ് വരികയും ഇങ്ങനെ ചേഞ്ചായ വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ലിവിങ് ഓർഗാനിസത്തിന് എന്തെങ്കിലും അഡ്വേഴ്സ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്നു എങ്കിൽ ആ വാട്ടറിനെയാണ് നമ്മൾ പൊല്യൂട്ടഡ് വാട്ടർ എന്നും, ആൻഡ് ആ ഒരു കണ്ടീഷൻ, ആ ഒരു അവസ്ഥേനെ നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്നും പറയുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു സ്ലൈഡിൽ ശരിക്കും ഒരു വാട്ടർ പൊല്യൂഷൻ്റെ ഇമ്പാക്റ്റ് കാണിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സിവിയർനെറ്റി കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം വാട്ടർ പൊല്യൂഷൻ്റെ ഒരു ഐഡിയ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ലേക്കാണ്, ആ ലേക്കിൽ ഫ്ലോ ചെയ്യാതെ കിടക്കുന്ന വാട്ടറാണ്. അപ്പം അതിൽ തന്നെ ഫിഷിംഗ് ബോട്ട് ഉണ്ട്. ദെൻ അവിടെ കുറച്ച് ഹ്യൂമൻ ബീങ്സ് റിക്രിയേഷണൽ അവരുടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു സിറ്റി സെൻറ്റേഴ്സിൽ നിന്ന് വരുന്ന വേസ്റ്റ് മൊത്തം ആ ഒരു വാട്ടർ ബോഡിയിലേക്ക് ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ആ ഒരു വാട്ടർ പൊല്യൂഷൻ്റെ ഒരു കറക്റ്റ് ഒരു പിക്ചർ എന്ന് പറയുന്നത്. ബിക്കോസ് അവർക്ക് യൂസ് ചെയ്യാൻ വേറെ വാട്ടർ ബോഡി ഇല്ല. അപ്പം ഈ വേസ്റ്റ് വരുന്നതും അതിൽ തന്നെയാണ്, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർ യൂസ് ചെയ്യുന്നതും ഈ പൊല്യൂട്ടഡ് വാട്ടർ തന്നെയാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു അവസ്ഥയാണ് നമുക്ക് വാട്ടർ പൊല്യൂഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വരുന്നത്, അതായത് ആ ഫിസിക്കൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ്, അത് വാട്ടറിൻ്റെ കളറും ഓർഡറും. ഓർഡർ എന്ന് പറയുമ്പോൾ സ്മെല്ലാണ്, ദെൻ ടേസ്റ്റ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ശരിക്കും പ്യുവർ വാട്ടർ ആണ് എങ്കിൽ കളർലെസ് ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും, അതുപോലെ തന്നെ ടേസ്റ്റ്ലെസ് ആയിരിക്കും. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുന്നത് പി എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു അസിഡിക് ആണോ ആൽക്കലൈൻ ആണെന്നോ ഉള്ളതിൻ്റെ ഒരു സ്കെയിലാണ്
പി എച്ച് എന്ന് പറയുന്നത്. സോ അപ്പോൾ പി എച്ച്, ക്ലോറൈഡ്, കാൽഷ്യം, മെർക്കുറി ഇതൊക്കെയാണ് ആ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുന്നത്. ദെൻ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവരൊക്കെ അതിൻ്റെ അകത്തേക്ക് വരും. ശരിക്കും നമ്മുടെ ഈ ഒരു വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടല്ലോ, ലൈക്ക് ഡയറിയ, കോളറ, ഇതുപോലുള്ള ഡിസീസിനൊക്കെ കാരണമാകുന്നത് ഈ പറഞ്ഞ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയും ഫംഗസും ഒക്കെ വാട്ടറിലേക്ക് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഡിസീസസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. സോ ഐ തിങ്ക് ഈ ഒരു വാട്ടർ പൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ടർ പൊല്യൂഷൻ ഈസ് ദ deterioration of physical, chemical and biological properties of water brought about mainly by human activities and natural resources. Then next is water pollutants. So water pollutants എന്ന് പറയുമ്പോൾ any substances which pollute water resources can be considered as water pollutant. ഏതൊരു വാട്ടർ ബോഡീനെയും പൊല്യൂട്ടഡ് ആക്കുന്ന ഏത് സബ്സ്റ്റാൻസിനെയും നമുക്ക് വാട്ടർ പൊല്യൂട്ടൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ പറഞ്ഞ വാട്ടർ പൊല്യൂട്ടൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ ഫസ്റ്റ് വൺ ബയോളജിക്കൽ വാട്ടർ പൊല്യൂട്ടൻസ് ആണ്, ബയോളജിക്കൽ പൊല്യൂട്ടൻസ്. അപ്പം അത് ബയോളജിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ലിവിങ് ആയിട്ടുള്ളതിൻ്റെ പ്രസൻസ് ആണ്. സോ വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവൻസ്, വേംസ് ഇതെല്ലാം ബയോളജിക്കൽ പൊല്യൂട്ടൻസിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് മെയിനായിട്ടും ഇപ്പം ഡെഡായിട്ടുള്ള ഓർഗാനിസം, ഡെഡ് ബോഡീസ് ഒക്കെ വന്ന് അതിൻ്റെ അകത്തേക്ക് വീഴുന്നു, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അതിൽ ഡീകമ്പോസിഷൻ ഒക്കെ നടന്നിട്ടാണ് മെയിനായിട്ടും ഈ പറഞ്ഞ വേംസും ബാക്ടീരിയ ഒക്കെ വാട്ടറിലേക്ക് ആഡപ്പ് ആവുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ പൊല്യൂട്ടൻസ്. അപ്പോൾ ഈ കെമിക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ നോർമലി ഇൻഓർഗാനിക് ആയിരിക്കും. നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, ക്ലോറൈഡ്, ഫ്ലൂറൈഡ് ഒക്കെ വരും. അതായത് നമ്മളിപ്പോൾ ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ, നമ്മൾ അഗ്രികൾച്ചറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പം മെയിൻലി NPK, നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ കമ്പോണൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രസൻസ്, അപ്പോൾ ഇത് വാട്ടറിൽ വരും. നമ്മൾ സോയിലിൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും റൺ ഓഫ് ആയിട്ട് ഈ പറഞ്ഞ എലമെൻറ്റ്സ് നിയറസ്റ്റ് വാട്ടർ ബോഡിയിലേക്ക് വരും. അങ്ങനെയാണ് കെമിക്കൽ പൊല്യൂട്ടൻസ് വാട്ടറിലേക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ, ഓർഗാനിക് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓർഗാനിക് എന്ന് പറയുമ്പോൾ മെയിൻലി കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തങ്ങളാണ്. അപ്പോൾ പെസ്റ്റിസൈഡ്സ്, ക്ലോറോ കോമ്പൗണ്ട്സ്, ഡൈസ്, ഫിനോൾ, പെയിൻറ്റ്, പ്ലാസ്റ്റിക്സ് ഇതെല്ലാം ഈ പറഞ്ഞ ഓർഗാനിക് പൊല്യൂട്ടൻസിലേക്ക് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ആണ്. ലെഡ്, കാഡ്മിയം, കോപ്പർ, സിങ്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രസൻസ് വാട്ടറിലേക്ക് വരുമ്പോഴാണ് ആ ഹെവി മെറ്റൽ കൊണ്ടുള്ള പൊല്യൂഷൻ ഉണ്ടാവുന്നത്. അത് ശരിക്കും ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസും മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ വരുന്ന വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ, വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഹെവി മെറ്റലിൻ്റെ പ്രസൻസ് വാട്ടർ ബോഡിയിലേക്ക് നമുക്ക് കിട്ടും. ദെൻ ലാസ്റ്റ് ഒരു പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ വാട്ടർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ഫിസിക്കൽ പൊല്യൂട്ടൻസ് ബാക്കി ഇപ്പോൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് കുറച്ചുകൂടെ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവാണ്. അത് വേസ്റ്റ് ഹീറ്റാണ്. അത് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ വാട്ടറിനെ നമ്മൾ ടെയിൽ റേസ് വഴി വീണ്ടും ആ ഒരു വാട്ടർ ബോഡിയിലേക്ക് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നോർമൽ ആ വാട്ടറിനുള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട്, ആ ഒരു ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന വാട്ടറിന്. അപ്പോൾ ആ ടെമ്പറേച്ചറിലുള്ളൊരു വ്യത്യാസം വരുമ്പോഴത്തേനും, ടെമ്പറേച്ചർ കൂടിയ വാട്ടർ നമ്മൾ ആ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് വീണ്ടും റിലീസ് ചെയ്യുമ്പോഴത്തേനും അത് ആ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ അകത്തുള്ള ലിവിങ് ഓർഗാനിസത്തിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന
വേസ്റ്റ്, അപ്പോൾ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി എന്നൊക്കെ വരുന്ന വേസ്റ്റ് എന്ന് പറയുമ്പോൾ, വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള വാട്ടർ കൊണ്ടുവന്ന് പെട്ടെന്ന് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേനും അവിടെ ആ എക്കോസിസ്റ്റത്തിന് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അതായത് വാട്ടർ പൊല്യൂഷൻ്റെ കാരണങ്ങളാണ്, വാട്ടർ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസസ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ റീസൺ എന്ന് ചോദിച്ചാലും സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് ചോദിച്ചാലും നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. സ്രോതസ് എന്ന് പറയും, സോഴ്സസ് എന്ന് പറയുന്നത് സ്രോതസ്, എവിടെ നിന്നാണ്, ശരിക്കും ആ സ്രോതസ്സുകൾ തന്നെയാണ് എന്താണ് വാട്ടർ പൊല്യൂഷൻ്റെ റീസൺസും. ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്ന ഒരു കോസസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഏതെങ്കിലും ഒരു നാച്ചുറൽ പ്രോസസ്സ് വഴി, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ടിവിറ്റീസ് വഴി. അപ്പം ഇതിൽ നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് എർത്ത് കേക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഇതൊക്കെ നാച്ചുറൽ കോസസ് ആണ്. ഈ നാച്ചുറലി ഇങ്ങനെയുള്ള പ്രോസസ്സ് നടക്കുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം, നമ്മുടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ഉള്ള വാട്ടർ ബോഡീസ്, ഇപ്പോൾ റിവറൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മഴ കഴിയുമ്പോഴത്തേനും ഈ വാട്ടറിൻ്റെ കളറ് ചേഞ്ച് ആവും അല്ലേ, മഡി കളറൊക്കെ ആയി അതിൻ്റെ ടർബിഡിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ അത് എന്താണ്, മഴ കഴിയുമ്പോഴത്തേനും ഈ റിവർ തന്നെ സ്വന്തമായിട്ട് സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയും, സ്വന്തമായിട്ട് തന്നെ ആ ടർബിഡിറ്റിയും കളറും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ ക്ലിയർ വാട്ടർ ആയിക്കോളും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. അപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാവുന്ന വാട്ടർ പൊല്യൂഷനാണ് കൂടുതലും സിവിയർ. അതായത് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിനും എൻവയോൺമെൻറ്റിനും കൂടുതലായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നത് ഈ ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാവുന്ന വാട്ടർ പൊല്യൂഷനാണ്. ഓക്കെ, സോ ആ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഡൊമസ്റ്റിക് എഫ്ലുവൻറ്റിൻ്റെ ഡിസ്ചാർജ്. ഡൊമസ്റ്റിക് എഫ്ലുവൻറ്റിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റ്, ഈവൻ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റും അതിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സെപ്റ്റിക് ടാങ്ക്, ദെൻ ബാത്റൂമിലുള്ള വേസ്റ്റ്, കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ്, ഇതുപോലുള്ള സോളിഡ് വേസ്റ്റുകളെല്ലാം ആ ഒരു ഡൊമസ്റ്റിക് വേസ്റ്റിലേക്ക് വരും. സോ ഈ വേസ്റ്റിനെ കൊണ്ടുവന്ന് നമ്മൾ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റിനെയാണ് എഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് വേസ്റ്റിന് പകരം നമ്മൾ ആ എഫ്ലുവൻ്റ് എന്ന് കൊടുത്തേക്കുന്നത്. ഡയറക്റ്റായിട്ട് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് വാട്ടർ ബോഡിയിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറില്ല. ഈ വാട്ടറിനെ, അതായത് വേസ്റ്റ് വാട്ടറിനെ എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്തതിന് ശേഷം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ട്രീറ്റ് ചെയ്യും. അതിനുശേഷം ആ എഫ്ലുവൻറ്റിനെയാണ് കൊണ്ടുവന്ന് ഏതെങ്കിലും വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ആ ഡൊമസ്റ്റിക് എഫ്ലുവൻറ്റിൻ്റെ ഡിസ്ചാർജ്. ദെൻ സെക്കൻഡ് വൺ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്. അതും സെയിം തന്നെയാണ്. ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന സോളിഡ് വേസ്റ്റിനെയും ലിക്വിഡ് വേസ്റ്റിനെയും ട്രീറ്റ് ചെയ്തതിന് ശേഷം, ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കും അല്ലേ, അതിൻ്റെ അകത്തുള്ള കെമിക്കൽസിൻ്റെയൊക്കെ മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റുന്ന, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസിനെ എല്ലാം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആ ഒരു എഫക്റ്റ് മിനിമം ആക്കും. മിനിമം ആക്കിയതിന് ശേഷമാണ് ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ നിയറസ്റ്റ് വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യിക്കുന്നത്. സോ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, വേസ്റ്റ് വാട്ടർ അല്ല, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് എഫ്ലുവൻറ്റ് എന്ന് പറയുന്നു, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്. ദെൻ ദ തേർഡ് വൺ ഈസ് സർഫസ് റൺ ഓഫ്. അത് വലിയൊരു ഫാക്ടറാണ് ആക്ച്വലി. ഇപ്പം ഒരു വാട്ടർ ബോഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും റെയിൻ ആണ് അല്ലേ. പിന്നെ ഓക്കെ, അടിയിൽ നിന്ന് ഊറ്റ് വരും, സ്പ്രിങ്സ് ഉണ്ടാവും, പക്ഷേ മെയിനായിട്ടും ഒരു വാട്ടർ ബോഡിയുടെ സോഴ്സ് എന്ന് പറയുന്നത് റെയിൻ ആയിരിക്കും. അപ്പോൾ ഈ റെയിൻഫോൾ നടക്കുമ്പോഴത്തേനും ആ ഒരു വാട്ടർ ബോഡിയുടെ മുകളിലുള്ള റെയിൻ വാട്ടർ മാത്രമല്ലല്ലോ അതിൻ്റെ അകത്തേക്ക് വീഴുന്നത്, ആ വാട്ടർ ബോഡി ഇരിക്കുന്ന സറൗണ്ടിങ്സ്, അതായത് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും, അവിടെ ഉള്ള വാട്ടറും കൂടെ എന്ത് ചെയ്യും, സർഫസ് റൺ ഓഫ് വഴി
ഒഴുകി സർഫസ് റൺ ഓഫ് എന്നാണ് പറയുന്നത്, അത് ഒഴുകി ഈ പറഞ്ഞ വാട്ടർ ബോഡിയിലേക്ക് എത്തും. അപ്പോൾ ഈ സർഫസ് റൺ ഓഫിൽ വരുമ്പോൾ, അതായത് വാട്ടർ റൺ ഓഫ് ചെയ്ത് ഈ പറഞ്ഞ വാട്ടർ ബോഡിയിലേക്ക് വരുമ്പോൾ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിലുള്ള സകല വേസ്റ്റും എന്ത് ചെയ്യും? ഈ പറഞ്ഞ വാട്ടർ ബോഡിയിലേക്ക് ഒഴുകിയെത്തും. അതിപ്പം ഒരു ടൗണിൻ്റെ അടുത്തുള്ള വാട്ടർ ബോഡി ആണ് എങ്കിൽ എന്തൊക്കെ വേസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വരും? അവിടെയുള്ള റോഡിലേക്ക് വരുന്ന വേസ്റ്റുകൾ, അതായത് പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ഹ്യൂമൻ എക്സ്ക്രീറ്റ, അനിമൽ എക്സ്ക്രീറ്റ, പിന്നെ ഡെഡായിട്ട് എന്തെങ്കിലുമൊക്കെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ കിടപ്പുണ്ടെങ്കിൽ ആ വേസ്റ്റ്, പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്, പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഈ പറഞ്ഞ എല്ലാ വേസ്റ്റും ഈ മഴയുടെ വെള്ളം റൺ ഓഫിൽ കൂടെ ആ വാട്ടർ ബോഡിയിലേക്ക് വരും. അപ്പം ഇതാണ് ആ ഒരു സർഫസ് റൺ ഓഫ് വഴി വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ. ദെൻ ലാസ്റ്റ് വൺ വേസ്റ്റ് ഹീറ്റ്. അപ്പോൾ വേസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ ടർബൈൻ്റെ യൂസേജ് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് വരുന്നതും, അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ നോർമൽ വാട്ടർ ബോഡിയിലെ വാട്ടറിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതാണ് ആ ഒരു വേസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഈ സ്ലൈഡ് നമ്പർ 8 പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ദെൻ ഓയില്, പേപ്പർ, ഡിസ്റ്റിലറീസ്, ടെക്സ്റ്റൈൽസ്, ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉള്ള വേസ്റ്റാണ് കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നിയറസ്റ്റ് വാട്ടർ ബോഡിയിലേക്ക് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് അതാണ്. ദെൻ സീവേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മുനിസിപ്പൽ വേസ്റ്റ് ആണ്, ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ് അതിലേക്ക് വരുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ സ്ലോട്ടർ ഹൗസിൽ നിന്നും പൗൾട്രി ഫാമിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് ഈ പറഞ്ഞ പോലെ ആരും അറിയാതെയൊക്കെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ വാട്ടർ ബോഡിയിലോട്ടൊക്കെ ഡംപ് ചെയ്തിടുന്നുണ്ട്. അപ്പം അങ്ങനെയും നമുക്ക് ഈ സോഴ്സസിൻ്റെ അകത്തേക്ക് അതും ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അല്ലാതെ നമ്മൾ സോളിഡ് വേസ്റ്റ്, ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതും ഈ പൊല്യൂഷൻ്റെ ഒരു റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ എഫക്റ്റ് എന്താണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയേണ്ടത്, എല്ലാ ടൈപ്പ് പൊല്യൂഷൻ്റെയും എഫക്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിനാണെങ്കിലും ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും ഹ്യൂമൻ ബീങ്സ് അല്ലാത്ത ലിവിങ് ഓർഗാനിസംസ് ആണെങ്കിലും എല്ലാത്തിനും നെഗറ്റീവ് ആയിരിക്കും, അഡ്വേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസോൾഡ് ഓക്സിജൻ്റെ ഡിക്രീസ് ആണ്. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ, ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ, ദെൻ increase in the biochemical oxygen demand and chemical oxygen demand, then waterborne diseases like cholera, typhoid, diarrhea, vomiting, etc., then destruction of aquatic ecosystem and adverse effect on food chain, then eutrophication. ഇത്രയുമാണ് നമുക്ക് ഏറ്റവും സിവിയർ ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ്റെ എഫക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിസോൾഡ് ഓക്സിജൻ. അപ്പോൾ അറ്റ്മോസ്ഫറിക് എയറിൽ കാണപ്പെടുന്ന ഓക്സിജൻ, അതായത് നമ്മൾ റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെയിം ഓക്സിജൻ തന്നെ എയറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി വാട്ടർ ബോഡിയിലേക്ക് ഡിഫ്യൂസ്ഡ് ആവുന്നു, വാട്ടറിലേക്ക് ഡിഫ്യൂസ്ഡ് ആവുന്നു. അങ്ങനെ വാട്ടറിൽ ഡിസോൾഡ് ആയി കിടക്കുന്ന ഓക്സിജനെയാണ് നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ അല്ലെങ്കിൽ DO എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വാട്ടിക് ഓർഗാനിസംസ് എല്ലാം തന്നെ റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡിസോൾഡ് ആയി കിടക്കുന്ന ഓക്സിജനാണ്. അപ്പോൾ ഒരു വാട്ടർ ബോഡി, ഏത് വാട്ടർ ബോഡി കൺസിഡർ ചെയ്താലും, അപ്പോൾ അതിലെ വാട്ടറിൽ ഡിസോൾഡ് ഓക്സിജൻ 8 ppm താഴെയാണ് എങ്കിൽ നമ്മൾ ആ വാട്ടർ പൊല്യൂട്ടഡ് ആണെന്ന് പറയും. ഇനി ppm എന്ന് പറയുമ്പോൾ പാർട്സ് പെർ മില്യൺ ഒരു യൂണിറ്റ് ആണ്, ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു മില്ലിഗ്രാം പെർ ലിറ്റർ, മില്ലിഗ്രാം പെർ ലിറ്ററിന് ഈക്വലൻ്റ് ആണ്. ദെൻ ഈ ഡിസോൾഡ് ഓക്സിജൻ
അത്യാവശ്യം എല്ലാ വാട്ടർ ബോഡീസിലും നാച്ചുറലി തന്നെ റീഎയറേഷൻ നടന്ന് ഡിസോൾവ്ഡ് ഓക്സിജൻ 8 ppm കൂടുതലുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരിക്കുന്ന ഒരു വാട്ടർ ബോഡിയിലേക്ക് കുറച്ച് അധികം വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് മാറ്റർ, ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഡീകമ്പോസിഷൻ നടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഇരുന്നിട്ട് ഡീകമ്പോസിഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡീകമ്പോസിഷൻ നടത്താൻ വേണ്ടിയിട്ട് ലിവിങ് ഓർഗാനിസം ആണ്. അപ്പോൾ ഈ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഡിസോൾവ്ഡ് ഓക്സിജനെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഡീകമ്പോസിഷൻ നടത്തും. ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അവർ റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഡീകമ്പോസിഷൻ നടന്ന് ഈ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആ വാട്ടർ ബോഡിയിൽ കൂടുതലായിട്ട് വരികയും ചെയ്യും. ഡീകമ്പോസ്ഡ് മെറ്റീരിയൽസ് കൂടുതലായിട്ട് വരും. അതിനനുസരിച്ച് എയറേഷൻ നടക്കാതെയും വരും. അപ്പോൾ എന്താ പറ്റുന്നത്? ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയും. ഇനി ഈ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്ന ഓക്സിജനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ BOD കൂടുന്ന അനുസരിച്ച് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉറപ്പായിട്ടും കുറയും. രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ വാട്ടറിൽ BOD കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ DO കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ വാട്ടർ ബോഡിയിൽ ഡീകമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആഡപ്പ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അക്കോർഡിംഗ് ടു BIS, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടറിൽ BOD എന്ന് പറയുന്നത് നില്ലായിരിക്കണം. BOD കാണാനേ പാടില്ല എന്നാണ് അവരുടെ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. BODയുടെ വാല്യൂ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 or 2 ഏതെങ്കിലും ഒരു ppm വന്നു കഴിഞ്ഞാൽ തന്നെ അത് പൊല്യൂട്ടഡ് വാട്ടർ എന്നാണ് അതിൻ്റെ മീനിങ്. സോ നെക്സ്റ്റ് ഈസ് യൂട്രോഫിക്കേഷൻ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചില ടൈമിൽ BOD എന്താണെന്നും യൂട്രോഫിക്കേഷൻ എന്താണെന്നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ ഇതിൽ എഴുതിയാൽ മാത്രം മതി. പക്ഷെ അതല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് BOD എന്താണെന്നും യൂട്രോഫിക്കേഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. സോ BOD എന്ന് പറയുമ്പോഴത്തേനും ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസിന് വേണ്ടുന്ന ഓക്സിജൻ ആണ്. സിമ്പിളായിട്ട് പറയുമ്പോൾ BOD. ദെൻ നെക്സ്റ്റ് ഈസ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സെയിം ഈ പറഞ്ഞ BOD കൂടുതലായിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് യൂട്രോഫിക്കേഷനിലേക്ക് പോകുന്നത്. അതായത് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വാട്ടർ ബോഡിയിലേക്ക് വരുമ്പോഴത്തേനും കുറേയൊക്കെ ഈ പറഞ്ഞ പ്യൂരിഫിക്കേഷൻ നടക്കും, ഡീകമ്പോസിഷൻ നടക്കും, വീണ്ടും റീഎയറേഷൻ നടന്ന് സെൽഫ് പ്യൂരിഫിക്കേഷൻ നടന്നു പോവും. പക്ഷെ ആ ഒരു ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് നമ്മൾ അതിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രിയൻ റിച്ച് ആവും വാട്ടർ ബോഡി. അതായത് അതിൻ്റെ അകത്ത് ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഫുഡ് വേസ്റ്റും ഇതെല്ലാം വന്ന് ആ വാട്ടർ ബോഡിയിലേക്ക് വരികയാണ്. അപ്പം ന്യൂട്രിയൻസ് കൂടുമ്പോഴത്തേനും ആൽഗൽ ഗ്രോത്ത് ഉണ്ടാവും. ആൽഗെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ആൽഗെ ഫോട്ടോസിന്തസിസ് നടത്തി എന്നുവെച്ചാൽ വാട്ടറുണ്ട്, പറഞ്ഞ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പം ആ ഫോട്ടോസിന്തസിസ് നടന്ന് അതിൻ്റെ ഗ്രോത്ത് ഭയങ്കര റാപ്പിഡ് ആവും. എന്നിട്ട് ആ വാട്ടർ ബോഡിയുടെ സർഫസ് നിറയെ ഈ ആൽഗൽ ബ്ലൂംസ് ഉണ്ടാവും. ആൽഗ ഇങ്ങനെ പടർന്ന് സ്പ്രെഡായി മൊത്തം ആ വാട്ടർ ബോഡി കവർ ചെയ്ത് ഇങ്ങനെ വളർന്ന് നിൽക്കും. അപ്പം ഈ ആൽഗ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ഈ വാട്ടറിലേക്ക് ഡിഫ്യൂസ് ആവാതെ വരും. പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ഈ ആൽഗെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓക്സിജൻ അതിൻ്റെ ആവശ്യത്തിന് എടുക്കും. പക്ഷേ ഈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വാട്ടറിലേക്ക് ഡിഫ്യൂസ് ആവാണ്ട് വരുമ്പോഴത്തേനും ഈ വാട്ടറിൻ്റെ അകത്ത് ജീവിക്കുന്ന ലിവിങ് ഓർഗാനിസത്തിന് റെസ്പിറേഷന് വേണ്ടുന്ന സഫിഷ്യൻ്റ് ഓക്സിജൻ കിട്ടാതെ വരും. അപ്പം ആ ഓർഗാനിസംസ് എല്ലാം തന്നെ ഡെഡ് ആവും. പിന്നെ ക്രമേണ ഗ്രാജുവലി, അതായത് സ്ലോ പ്രോസസ്സാണ്, ഈ വാട്ടർ ബോഡി ലാൻഡായിട്ട് മാറാൻ തുടങ്ങും. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയും. ഡെസേർട്ടിഫിക്കേഷൻ അതായത് വാട്ടറിൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരും. ഈ ആൽഗയുടെ ഗ്രോത്ത് കൂടി പിന്നെ അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ വളർന്ന് ആ ഒരു വാട്ടർ ബോഡി ലാൻഡായിട്ട് മാറാൻ തുടങ്ങും.
സോ ഈ ഒരു പ്രോസസ്സ് ഈ ന്യൂട്രിയൻ റിച്ച് ആയിട്ട്, അതായത് വാട്ടർ ബോഡി ന്യൂട്രിയൻ റിച്ച് ആയതിനു ശേഷം അതിൻ്റെ അകത്ത് ആൽഗൽ ബ്ലൂം സംഭവിക്കുന്നു. ആൽഗയുടെ എക്സസീവ് ഗ്രോത്ത് നടക്കുകയും എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഡിസോൾഡ് ഓക്സിജൻ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ വാട്ടർ പൊല്യൂഷൻ്റെ കൺട്രോളാണ്. ശരിക്കും ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഹ്യൂമൻ ബീങ്സ് എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാളും ഈ പൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഒരു സൈഡാണ് ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇല്ലാതാക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഈസ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അതിൽ ഫസ്റ്റ് വൺ, മിനിമൈസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഈ പറഞ്ഞ പെസ്റ്റിസൈഡിൻ്റെ ഫെർട്ടിലൈസേഴ്സിൻ്റെയും യൂസ് കുറയ്ക്കുക. അത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സുമാണ്. ഇപ്പം ബയോളജിക്കലായിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ കെമിക്കലിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. അപ്പോൾ എന്താ, സർഫസ് റൺ ഓഫ് നടക്കുമ്പോഴത്തേനും അല്ലെ മഴ പെയ്യുമ്പോഴത്തേനും ആ അടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് റൺ ഓഫിൽ വരുന്ന കെമിക്കൽസിൻ്റെ അളവും അതിനനുസരിച്ച് കുറഞ്ഞു നിൽക്കും. ദെൻ സെക്കൻഡ് വൺ, പ്രൊവൈഡ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ടു ദ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെങ്കിൽ സീവേജ്. അപ്പോൾ ഈ പറഞ്ഞ സീവേജിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിൻ്റെ അകത്തുള്ള ബയോളജിക്കൽ മെറ്റീരിയൽസ് എല്ലാം തന്നെ റിമൂവ് ചെയ്യുക. അതുപോലെ മാക്സിമം അതിൻ്റെ അതിൻ്റെ അകത്തുള്ള പോയിസണും ഈ പറഞ്ഞ കെമിക്കൽസും എല്ലാം മിനിമം ആക്കിയതിന് ശേഷം മാത്രം ആ വേസ്റ്റിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും വാട്ടർ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുക. ദെൻ റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ഓഫ് വാട്ടർ. മാക്സിമം വാട്ടർ യൂസ് ചെയ്യുക. റീയൂസിങ്ങും റീസൈക്ലിങ്ങും ഒക്കെ വാട്ടറിൻ്റെ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു ഫാക്ടേഴ്സാണ്. ദെൻ ലാസ്റ്റ് വൺ, suitable laws and standards should be formed to regulate the entry of wastewater into water bodies. അതായത് പ്രോപ്പറായിട്ട് ലോ ആൻഡ് ഓർഡർ നമ്മൾ കൊണ്ടുവരണം. അതായത് ഇപ്പം ഏതെങ്കിലും ഇൻഡസ്ട്രീസ് അവരുടെ വേസ്റ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് അടുത്തുള്ള റിവറിലേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ കണക്ക് സസ്പെൻഷൻ, ക്ലോസ് ചെയ്തിടുക കുറച്ച് ദിവസത്തേക്ക്. അതായത് കറക്റ്റ് ആ ഒരു പ്രോബ്ലം റെക്ടിഫൈ ചെയ്യുന്നത് വരെ ആ വാട്ടർ ബോഡിയിലേക്ക് വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് മാറ്റിയിട്ട് അവർ കറക്റ്റായിട്ടൊരു വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് അവരുടെ ഇൻഡസ്ട്രിയിൽ തന്നെ പുതുതായിട്ട് വെക്കുന്നത് വരെ അത് ഷട്ട് ഡൗൺ ചെയ്തിടുക. അങ്ങനെ കുറച്ച് പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. സോ നെക്സ്റ്റ്, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. സീവേജ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലിക്വിഡ് വേസ്റ്റാണ്. അതായത് സോളിഡ് വേസ്റ്റിൻ്റെ കൂടെ സഫിഷ്യൻ്റ് ആയിട്ട് വാട്ടറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ലിക്വിഡ് ഫോമിലിരിക്കുന്ന വേസ്റ്റിനെ തന്നെയാണ്, ആ ഒരു വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റ്, കിച്ചൺ സിങ്കിലെ വേസ്റ്റ്, സെപ്റ്റിക് ടാങ്ക്, ബാത്റൂംസ്, വാഷ് ബേസിൻ, ഈ വേസ്റ്റ് എല്ലാം തന്നെ ഇതിൻ്റെ അകത്തേക്ക് വരും. ഇനി അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ആ ഒരു വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യുന്നതിന് 4 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ 4 സ്റ്റെപ്സ് അല്ലെ 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, തേർഡ് വൺ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, ഫോർത്ത് വൺ ടെറിഷറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ 4 സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സീവേജിനെ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും വാട്ടർ ബോഡിയിലേക്ക് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇനി ഈ വേസ്റ്റ് വാട്ടറിൽ ഈ 4 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ എഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്, പേപ്പർ, ദെൻ ട്രീയുടെ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്,
ഇതൊക്കെ ആ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിലേക്ക് വരും. പിന്നെ ഓയില്, ഗ്രീസ്, ദെൻ ഹെവി ആയിട്ടുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസിനെയൊക്കെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലാർജ് സസ്പെൻഡഡ് ഓർഗാനിക് സോളിഡ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് റിമൂവ്സ് ലാർജ് സസ്പെൻഡഡ് ഓർഗാനിക് സോളിഡ്സ്. ദെൻ തേർഡ് വൺ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനെ തന്നെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് വന്നിട്ട് ഈ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കുകയാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ വാട്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് കാണുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ ക്ലോറിനേഷൻ ചെയ്യുന്നു. ക്ലോറിൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ബാക്ടീരിയ ഒക്കെ തന്നെ ഡെഡ് ആവും. അപ്പോൾ അതിനുവേണ്ടി ക്ലോറിനേഷൻ ചെയ്യുന്നു. പിന്നെ അതിൽ നിന്നുള്ള ഓർഗാനിക് ലോഡിനെ, അതായത് ആ ഡീകമ്പോസിഷൻ കഴിഞ്ഞ് കിടക്കുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്തതിന് ശേഷം ആ ബാക്കിയുള്ള എഫ്ലുവൻറ്റിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒന്നുകിൽ ബാരൻ ലാൻഡ്, ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പ്രദേശത്തേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ബോഡീസിലേക്ക്, നല്ല ഫ്ലോയുള്ള വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് ആ ഒരു 4 സ്റ്റേജസ്. ഇനി നമുക്കൊന്ന് നോക്കേണ്ടത് ഈ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ 4 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 4 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 സ്റ്റേജസും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രിറ്റ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സ്കിമ്മിങ് ടാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻസ് എന്ന് പറയുമ്പോഴത്തേനും ഐ ടോൾഡ് യു, ഈ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ സ്ക്രീൻസ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഡെഡ് ആനിമൽസ്, പ്ലാസ്റ്റിക്, പേപ്പർ ഇതുപോലുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രിറ്റ് ചേമ്പേഴ്സ് ഓർ ഡെട്രീറ്റസ് ചേമ്പേഴ്സ് ആണ്. അപ്പം ഈ ഒരു ചേമ്പറിൽ നമ്മൾ ഗ്രിറ്റും സാൻഡിനെയും റിമൂവ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഒരു സ്കിമ്മിങ് ടാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിമ്മിങ് ടാങ്ക് എന്ന് പറയുമ്പോൾ ഓയിലിനെയും ഗ്രീസിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ ആണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ സെറ്റിലിംഗ് ചേമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെക്ടാങ്കുലർ ഷേപ്പിലും സർക്കുലർ ഷേപ്പിലൊക്കെ ഉള്ള സെറ്റിലിംഗ് ചേമ്പേഴ്സ് ആണ്, ക്ലാരിഫ്ലോക്കുലേറ്റർ എന്നൊക്കെ പറയും. അവിടെ ശരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 1 ഉള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. വെലോസിറ്റി കുറച്ച് കൊടുക്കും, അപ്പോൾ അത് സെറ്റിൽ ഡൗൺ ചെയ്തോളും. അപ്പോൾ അതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അവിടെ ഈ വേസ്റ്റ് വാട്ടറിനെ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിന് ഡീകമ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓർഗാനിക് മാറ്ററിനെ ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്ത് കളയും. അത് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഡൈജഷൻ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, ദെൻ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ്, ഓക്സിഡേഷൻ പോണ്ട്, എയറേറ്റഡ് ലഗൂൺസ്, സെപ്റ്റിക് ടാങ്ക്. ഇങ്ങനെ കുറേ പ്രൊവിഷൻസ് നമുക്ക് ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ആദ്യം പറഞ്ഞതെല്ലാം, അതായത് സെപ്റ്റിക് ടാങ്ക് ഒഴിച്ച് ബാക്കിയെല്ലാം എയറോബിക് ഡീകമ്പോസിഷനാണ്. അതായത് മൈക്രോ ഓർഗാനിസംസ് നമ്മളെപ്പോലെ ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഓക്സിജൻ്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടക്കുന്നതാണ്. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ അനെയറോബിക് ഡൈജഷനാണ്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് അണ്ടർഗ്രൗണ്ടിലുള്ള പിറ്റാണ്. അപ്പോൾ അവിടെ ഓക്സിജൻ്റെ പ്രസൻസ് കുറവാണ്. അനെയറോബിക് ഡീകമ്പോസിഷൻ, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാത്ത ഡീകമ്പോസിഷനാണ് ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ടെർഷ്യറി ട്രീറ്റ്മെൻ്റ് ആണ്. ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റും പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് വരുന്ന ആ വേസ്റ്റ് വാട്ടറിനെ, അതിൻ്റെ അകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ, ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഉള്ള വേസ്റ്റ് വാട്ടർ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിലെ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
ഈ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിനേഷൻ നമ്മൾ ചെയ്യും. ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ബാക്ടീരിയാസിനെ എല്ലാത്തിനെയും നശിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന എഫ്ലുവൻറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യും. അപ്പം ഇതാണ് ആ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും. ഇനി അതിൻ്റെ അകത്ത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു ബയോളജിക്കലി ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തൈര് കേർഡ് എന്താണെന്ന് നന്നായിട്ട് അറിയാം അല്ലേ? അപ്പം നമുക്ക് ഈ മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് എന്താണ്, ഒരു കേർഡിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്ത് നമ്മൾ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം എന്താ, ആ മിൽക്ക് ഒരു ദിവസം കഴിയുമ്പോഴത്തേനും കേർഡായിട്ട് മാറും. അതാ ലാക്ടോസ് ബേസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ, കേർഡിൻ്റെ അകത്തുള്ള ബാക്ടീരിയയാണ്. നമുക്ക് കുറച്ച് കേർഡിൻ്റെ അകത്ത് അത്ര ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ ആ ടോട്ടൽ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഈ ബാക്ടീരിയാസ് ആ കംപ്ലീറ്റ് മിൽക്കിനെയും കേർഡാക്കി മാറ്റും. സോ ഐ തിങ്ക് ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ അപ്പോൾ ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനും ഉള്ളത്. അതായത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡീകമ്പോസിഷൻ നടന്നിരിക്കുന്ന സ്ലഡ്ജാണ്. അപ്പോൾ ഓൾറെഡി ഡീകമ്പോസിഷൻ നടന്ന സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ തന്നെ ആക്റ്റീവായിരിക്കും. അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി ആക്റ്റീവായിട്ടിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് ഈ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്, അതായത് ക്ലോറിനേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കും. അതായത് ബാക്ടീരിയയെ നമ്മൾ ക്ലോറിൻ ഇട്ട് കൊടുത്ത് കില്ല് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു പോർഷൻ എടുത്ത് നമ്മൾ മാറ്റി വെക്കും. ദെൻ നെക്സ്റ്റ് വേസ്റ്റ് വാട്ടർ വരുമ്പോൾ, അതായത് സ്ലഡ്ജ് വരുമ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൻ്റെ അകത്ത് ലാർജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ആ വേസ്റ്റ് വാട്ടറിലുള്ള എല്ലാ ബയോളജിക്കലി ഡീകമ്പോസിബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയും ഡീകമ്പോസ് ചെയ്യും. എന്നിട്ട് അതിനെ എഫ്ലുവൻ്റ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് തന്നെ ഹെൽപ്പിംഗ് ആണ്. അതിനുശേഷം വീണ്ടും ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഇതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടെ ഒന്ന് സമപ്പ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് റികളക്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ്റെ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. ദെൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അതിൻ്റെ കോസസ്, വാട്ടർ പൊല്യൂട്ടൻസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും നോക്കുക. ദെൻ കോസസ് അല്ലെങ്കിൽ സോഴ്സസ്, വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ എങ്ങനെ നമുക്ക് ആ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാമെന്നും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ഈ പറഞ്ഞ സീവേജ് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ 4 സ്റ്റേജസ് ഏതൊക്കെയാണ്, ദെൻ ആ 4 സ്റ്റേജസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, ദെൻ ഇതിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്താണെന്നും കൂടെ നോക്കാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് വാട്ടർ പൊല്യൂഷൻ എന്താണെന്നും അതിൻ്റെ കോസ്, എഫക്റ്റ്, പ്രിവെൻഷൻ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിന് പുറമെ 6 മാർക്സിന്, അതായത് പാർട്ട് ബിയിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്താണെന്നും യൂട്രോഫിക്കേഷൻ എന്താണെന്നും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD എന്താണെന്നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഈ 3 ടേംസ് നന്നായിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു.